തെരുവുനായ ആക്രമണം ദിനംപ്രതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നടപടിയെടുക്കാതെ തിരുവനന്തപുരം നഗരസഭ. നായകളെ പിടികൂടുന്നതിനോ വന്ധീകരണം നടത്തുന്നതിനോ ആളുകളോ സൗകര്യങ്ങളോ ഇല്ലെന്ന ആക്ഷേപം ഉയരുകയാണ്. ശമ്പളം കൃത്യമായി നൽകാത്തതിനെ തുടർന്ന് നായപിടുത്തക്കാർ സേവനം നിർത്തിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസം മുതൽ സംസ്ഥാനത്ത് പലയിടത്തും തെരുവുനായ ആക്രമണം ദിനംപ്രതി ഉയരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ആക്രമണകാരികളായ തെരുവുനായ്ക്കളെ പിടികൂടാനോ വന്ധ്യംകരണം നടത്തുന്നതിനോ ആളുകളോ സൗകര്യങ്ങളോ ഇല്ലെന്ന ആക്ഷേപം തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ ഉയരുന്നത്. ആക്രമണ സ്വഭാവമുള്ള തെരുവുനായകളെ പിടികൂടാൻ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 150 പേർക്ക് പരിശീലനം നൽകിയിരുന്നു. എന്നാൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന വന്ധ്യംകരണ ശസ്ത്രക്രിയ നിർത്തലാക്കിയതോടെ തെരുവുനായ്ക്കളെ പിടികൂടുന്നവർ മറ്റു ജോലികളിലേക്ക് പോയി. 675 രൂപ ദിവസക്കൂലി നിശ്ചയിച്ചാണ് കോർപ്പറേഷൻ നായപിടുത്തക്കാരെ നിയമിച്ചിട്ടുള്ളത്. കൃത്യമായി ശമ്പളം നൽകാതെ വന്നതോടെ സേവനം മുടങ്ങാൻ പ്രധാന കാരണമായി. ഇത് വന്ധ്യംകരിക്കുന്നതിന് വേണ്ടി തെരുവിൽ അലഞ്ഞു നടക്കുന്ന തെരുവ് നായ്ക്കളെ പിടിച്ച് വന്ധ്യംകരിച്ച് 6 ദിവസത്തെ വിശ്രമം കൊടുത്ത് അതേ സ്പോട്ടിലേക്ക് കൊണ്ടുവിടണം എന്നുള്ളതാണ് നിയമം. പക്ഷേ ഇന്ന് തെരുവ് നായ്ക്കളെ പിടിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ വേതനം കൊടുക്കുവാനോ അതിൻ്റെ ഓണറേറിയം കൊടുക്കുവാനോ ഇന്ന് ഈ ഭരണകൂടം അത്തരം ആളുകളെ നിയമിക്കുവാനോ തയ്യാറാകുന്നില്ല എന്നാണ്. അപ്പോൾ പ്രവർത്തിക്കാത്ത കേന്ദ്രത്തിൽ വന്ധ്യംകരണം നടക്കുന്നു, തെരുവ് നായ്ക്കളെ ശല്യം കുറയ്ക്കുന്നു എന്ന് ഭരണകൂടം പറയുന്നതല്ല, ഒന്നും നടക്കുന്നില്ല. അതുപോലെ തന്നെ ലൈസൻസ് ഇല്ലാത്ത അറവുശാലകളിൽ ഫുട്പാത്തിൽ ആടുമാടുകളെ കശാപ്പ് ചെയ്തിട്ട് ആ കശാപ്പ് ചെയ്യുന്ന ആടുമാടുകളെ വേസ്റ്റുകൾ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് ഈ വേസ്റ്റ് കഴിച്ചുകൊണ്ടുള്ള തെരുവ് നായ്ക്കൾ പെറ്റുപെരുകിയാണ് നാട്ടിലെ അതിരൂക്ഷമായ തെരുവ് നായ്ക്കളുടെ ശല്യം ഉണ്ടാകുന്നത്. തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട വ്യാപക പരാതികൾ ഉയരുകയാണ്. എന്നാൽ ഇക്കാര്യം വളരെ ലാഘവത്തോടെയാണ് കോർപ്പറേഷൻ കാണുന്നതെന്ന് പ്രതിപക്ഷം പറയുന്നു. പേവിഷബാധയുള്ള നായകളെ കണ്ടെത്തി കൊല്ലാൻ നിയമമുണ്ടായിട്ടും അതിനും തയ്യാറാകുന്നില്ലെന്നും പരാതി വ്യാപകമാണ്. പണി പാമ്പായും പട്ടിയായും വരുന്ന ഈ കാലഘട്ടത്തിൽ പണി പട്ടിയായി വരുമ്പോൾ പാമ്പായി ഇഴയുകയാണ് തിരുവനന്തപുരത്തെ നഗരസഭയിലെ നടപടികൾ. തിരുവനന്തപുരത്ത് നിന്നും ഷാൻ ജെയ്സിനൊപ്പം വിഷ്ണു കരുണാകരൻ, കേരള വിഷൻ ന്യൂസ്.